ജമ്മു കശ്മീർ ഹരിയാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. കശ്മീരിൽ 3 ഘട്ടമായും ഹരിയാനയിൽ ഒറ്റഘട്ടമായുമായാണ് വോട്ടെടുപ്പ്. ഒക്ടോബർ 4-ന് വോട്ടെണ്ണൽ നടക്കും. കേരളത്തിലെ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പുകൾ 6 മാസത്തിനകം ഉണ്ടാകുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. വിഷ്ണു തലവൂർ. വസ്തുത 10 വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. നേരത്തെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു പിന്നാലെ ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ പിന്നാലെ കാശ്മീരിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം വളരെയധികം ശക്തമായിരുന്നു. സുപ്രീം കോടതിയും കർശനമായി നിർദ്ദേശം നൽകിയത് സെപ്റ്റംബറിൽ തന്നെ കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതായിരുന്നു. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടം സെപ്റ്റംബർ 18-നും, രണ്ടാം ഘട്ടം സെപ്റ്റംബർ 25-നും, മൂന്നാം ഘട്ടം ഒക്ടോബർ 1-നുമാണ് നടക്കുക. ഒക്ടോബർ 4-നായിരിക്കും ഈ ഒരു വോട്ടെണ്ണൽ ജമ്മു കാശ്മീരിൽ നടക്കുക. Elections in J&K will be held in 3 phases. Date of poll will be 18th of September and it's a Wednesday. Second phase would be on 29th of August and the statutory period of nominations and all. Poll being on 25th of September and phase 3 and every voting finishing on 1st of October. Counting would be on 4th of October. ജമ്മു കാശ്മീരിന് പുറമെ ഹരിയാന തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 90 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഹരിയാനയിൽ ഒറ്റഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അത് ഒക്ടോബർ 1-ന് തെരഞ്ഞെടുപ്പ് നടക്കും. ഇതിൻ്റെ വോട്ടെണ്ണലും ജമ്മു കാശ്മീരിനൊപ്പം ഒക്ടോബർ 4-ന് തന്നെയായിരിക്കും നടക്കുക എന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇന്ന് ഇത്തരത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുമ്പോൾ അക്കൂട്ടത്തിൽ വയനാട്, ചേലക്കര, പാലക്കാട് ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിട്ടില്ല. പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വയനാട് ദുരന്തം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്ക പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നില്ല. പക്ഷേ 6 മാസത്തിനകം ഈ ഉപതെരഞ്ഞെടുപ്പ് നടത്തും എന്നതുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയത്.